കേന്ദ്രമന്ത്രിസഭയുടെ അംഗസംഖ്യ ലോകസഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91ാമത് ഭരണഘടനാ ഭേദഗതി. ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ചൊഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം രാഷ്ട്രപതിക്ക്. മുബാറക് അൽ ഖബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം കുവൈറ്റ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി 3ഉം 2ഉം മാത്രം. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നു. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നയങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 28. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്ര? ഉത്തരം 100 ദിവസം. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? ഉത്തരം KSEB. മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. ഏതൊക്കെയാണെന്ന് നോക്കാം. മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിംഗിനായി ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. പ്രൈമറി മെമ്മറി വേഗമേറിയതാണെങ്കിലും ഇത് സാധാരണയായി സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച് ചെറിയ സംഭരണശേഷി മാത്രമേയുള്ളൂ. റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വോളറ്റൈൽ മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ്.